ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടിപൊളിയായിട്ട് കുറേ ദിവസമായിട്ട് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു പുഡിംഗ് വീഡിയോ ആയിട്ടോ. ഒരു മുന്തിരി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പുഡിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ പുഡിംഗ് വീഡിയോ. അപ്പോൾ വീഡിയോ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞങ്ങൾ ഇറക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് പോകും. നമ്മുടെ പുഡിംഗ് വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വേണ്ടത് മുന്തിരിയാണ്. അപ്പോൾ നമ്മൾ മുന്തിരി ഫുള്ളായിട്ട് കൈക്ക് വൃത്തിയാക്കിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് കൈക്ക് വൃത്തിയായിട്ട് കാണാം. മുന്തിരി ഉണ്ടല്ലോ, ഈ ഒരു മുന്തിരി നമുക്ക് എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതിന് കേട്ടോ. അപ്പൊ ചൂടാക്കി എടുക്കാന്ന് വെച്ചാൽ ജസ്റ്റ് വെള്ളം പറഞ്ഞ കുറച്ച് പഞ്ചസാരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുത്ത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു വർക്കൗട്ടാണ് പോകുന്നത്. നമ്മുടെ മുന്തിരി ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ പാത്രത്തിലോട്ട് കുറച്ച് നമ്മൾ മുന്തിരി കൊടുക്കും. നമ്മുടെ മുന്തിരിയിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് വെള്ളം കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുന്തിരിയിലോട്ട് പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാര, അപ്പൊ അതും കൂടെ കൊടുക്കട്ടെ ഇതിലോട്ട്. ഓക്കെ, ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കി പിടിപ്പിക്കാം. ഒരു 5 മിനിറ്റോളം നല്ലതുപോലെ തന്നെ ഇളക്കി പിടിപ്പിക്കാം. നമ്മളൊരു 5 മിനിറ്റ് നേരം നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഇത് നല്ലതുപോലെ തന്നെ മുന്തിരി പൊട്ടിയാണ് കേട്ടോ. മുന്തിരി പൊട്ടി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 5 മിനിറ്റ് നേരം നല്ല മുന്തിരി പോലെ പൊട്ടി സെറ്റ് ചെയ്ത് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് പറയുന്നത്, ഇത് നമുക്ക് നമ്മുടെ മുന്തിരിയോട് സെറ്റായിട്ട് പുഴുങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് പറയുന്നത് നമുക്കൊന്ന് അടിച്ചെടുക്ക് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പരിപാടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മുന്തിരി നേരത്തെ പുഴുങ്ങിയതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ അതിനുശേഷം നമ്മൾ അടുപ്പ് അടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഇത് അടിച്ചെടുക്കാൻ പോവാണ്. നമ്മുടെ മുന്തിരി ഇവിടെ 5 മിനിറ്റ് നേരം നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടാ ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജ്യൂസ് മുന്തിരിയും കാര്യങ്ങളൊക്കെ പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കണം. മറ്റു മുന്തിരി ഒന്നും എടുക്കരുത്. ഓക്കെ, എന്നാൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ജ്യൂസ് മുന്തിരി നിങ്ങൾ പ്രത്യേകം എടുക്കാൻ മറക്കരുത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കേണ്ടത്. നമ്മൾ അടിച്ചെടുക്കുന്ന പരിപാടിയിട്ട് നമ്മൾ പോവാണ്. അപ്പൊ നമുക്കത് ഫുള്ളായിട്ട് അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ അടിച്ചെടുക്കാൻ പോവാണ്. ജസ്റ്റ് നമുക്കൊന്ന് അടിച്ചെടുക്കാം. എടുത്തിട്ടാ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ ഇവിടെ ജ്യൂസ് മുന്തിരിനെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ പുഡിംഗ് വരുന്നത് 3 ലെയർ ആയിട്ടാണ്. ഫസ്റ്റ് ലെയറിൽ നമ്മുടെ മുന്തിരി ഉപയോഗിച്ചുകൊണ്ടും സെക്കൻഡ് ലെയർ നമ്മൾ പാലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വർക്കാണ് നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലോട്ടും കൂടെ പോവാം. ലെയറും കൂടെ അരിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നത് കുറച്ച് വലിയ അരിപ്പായിരുന്നു. ഇപ്പൊ നമ്മൾ ചെറിയൊരു അരിപ്പും കൂടെ എടുക്കുന്നുണ്ടാ. അപ്പൊ കറക്റ്റായിട്ട് നമ്മൾ രണ്ടാമത്തിലും കൂടെ കുരും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് രണ്ടാമത്തായിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കൂടെ കുറച്ചും കൂടെ നല്ലതുപോലെ തന്നെ അരിഞ്ഞ് സെറ്റ് ആവുന്നതാണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തും കൂടെ കറക്റ്റായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തും കൂടെ അരിച്ചു കൊടുത്തിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അരിച്ചെടുക്കേണ്ടതുണ്ട്. ഓക്കെ, എന്നാൽ നമുക്കൊന്നും കൂടി തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് ഒന്നും കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം. ഒന്നും കൂടെ നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുത്തിട്ടാ ഒരു സമയം കുറച്ചും കൂടെ സമയം നമുക്ക് നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തന്നെ കുറുക്കിയതിന് ശേഷം നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നും കൂടെ കുറുക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ കോൺഫ്ലവർ ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലോട്ടും കൂടെ പോകട്ടോ. നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നല്ലതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ കുറുക്കി ചെയ്യണം. അപ്പൊ നമ്മൾ അര കപ്പ് നമ്മൾ കോൺഫ്ലവർ ആണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഗ്ലാസ്സിലിട്ടതിനു ശേഷം നമ്മൾ തണുപ്പിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് നമ്മൾ തണുപ്പിക്കാൻ വെക്കണം. ഓക്കെ, നല്ലതുപോലെ നമ്മൾ കുറുക്കിയതിനു ശേഷം നല്ലതുപോലെ തന്നെ കുറുക്കി റെഡിയാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ ചെയ്യാം. അപ്പൊ നമ്മൾ നല്ലതുപോലെ തന്നെ കുറുക്കിയും കാര്യങ്ങൾ കുറുക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലോട്ട് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഒരു 1/2 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലവർ എന്ന് പറഞ്ഞ പൗഡർ നമുക്ക് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കണം.
ഈ ഇളക്കിയെടുക്കുന്ന സമയത്തിന് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചെറിയൊരു മാറ്റം വരുന്നതാണ് അതിൻ്റെ. നല്ലതുപോലെ തന്നെ ഇളക്കട്ടെ, തരിയും കാര്യങ്ങളൊന്നും ഇല്ല, നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കണം. ഈ കോൺഫ്ലവറിൽ നിന്ന് സാധനത്തിൽ കുറച്ച് കട്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളത്തിലോട്ട് കോൺഫ്ലവർ ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും. കുറച്ച് വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ തന്നെ ഇളക്കിയെടുത്താൽ മതി. തരിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ പാല് പോലെ തന്നെ കറക്റ്റായിട്ട് ഇളക്കിയെടുത്താൽ മതി. അപ്പം അങ്ങനെയും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നേരിട്ട് ഇതിലോട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കിയെടുത്താൽ മതി. ഇതിലോട്ട് നമ്മുടെ കോൺഫ്ലവറും കാര്യങ്ങളൊക്കെ ഇട്ട ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കണം കേട്ടോ. നമ്മൾ കട്ടയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ഇളക്കിയെടുക്കണം. അതിനുശേഷം നമ്മളൊരു ഗ്ലാസ്സിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണ്ട. നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. അവിടെ അടുത്ത ഗ്ലാസ്സിലോട്ട് ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. അതിൽ 15 മിനിറ്റ് നല്ലതുപോലെ തണുപ്പിക്കാൻ വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നല്ലതുപോലെ തണുപ്പിക്കാൻ വെക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഗ്ലാസ് പാല് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. ഇത് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് കുറുക്കി എടുക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ നല്ലതുപോലെ തന്നെ കുറുക്കിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ തന്നെ ഈ പാലൊന്ന് കുറുക്കിയെടുക്കുക. നമ്മുടെ പാല് നല്ലതുപോലെ തന്നെ കുറുക്കിയെടുക്കണം കേട്ടോ. പഞ്ചസാര ഇതിലോട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കാം. കുറച്ചും കൂടി സമയം നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കണം കേട്ടോ. നമ്മൾ നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കുക. നമ്മളൊരു പുഡിംഗ് ആണെന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നല്ലതുപോലെ തന്നെ നമ്മളൊന്ന് ഇളക്കിയെടുക്കണേ. വളരെ നല്ലതുപോലെ കുറുക്കി റെഡിയാക്കണം. ഒരു 5 മിനിറ്റ് നല്ലതുപോലെ തന്നെ കുറുക്കിയെടുക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ശേഷം നമ്മുടെ ഈ ഒരു സ്പൂൺ എടുത്തതിന് ശേഷം നമ്മുടെ പാലിൽ ഒരു ഇച്ചിരി എടുക്കട്ടെ. ഒരു ഇച്ചിരി എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കോൺഫ്ലവറിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കണം കേട്ടോ. അത് പാല് പരുവത്തിലേക്ക് നല്ലതുപോലെ തന്നെ സെറ്റ് ചെയ്യണം. നമ്മുടെ കോൺഫ്ലവർ നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കണം. പിന്നെ നമുക്ക് നേരത്തെ നമ്മുടെ പാല് നല്ലതുപോലെ തന്നെ തിളപ്പിച്ച് പാലുണ്ടല്ലോ, അപ്പോൾ അതിലോട്ട് ഇതിലിട്ട് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നമ്മുടെ പാല് നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം. നമ്മുടെ പാല് നല്ലതുപോലെ തന്നെ കുറുക്കിയെടുക്കുന്നുണ്ട്. ഈ പാല് കുറുക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. 5 മിനിറ്റോ നല്ലതുപോലെ തന്നെ കുറുക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പാല് കുറുക്കിയിലോട്ട് കുറച്ച് നമ്മൾ എസൻസ് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒരു ഇച്ചിരി എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഈ എസൻസ് പാല് നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കണം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ മുന്തിരി ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നല്ല 15 മിനിറ്റ് ശേഷം നല്ലതുപോലെ തന്നെ കട്ടി പിടിച്ചിട്ടുണ്ട്. വേറെ ലെവലിൽ തന്നെ ആയിട്ടുണ്ടാവും. 15 മിനിറ്റ് ശേഷം നമ്മുടെ പുഡിംഗ് വേറെ ലെവലിൽ തന്നെ ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മേലെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഇതിന് മുകളിൽ നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. തണുത്തുള്ള പാലുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുത്തരാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പാലും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാ. അപ്പോൾ നമുക്ക് ഇനി മൂന്നാമത്തെ വർക്കായിട്ടുള്ള ഇതിന്റെ മുകളിൽ നമുക്ക് വീണ്ടും നമ്മുടെ മുന്തിരി ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാണ്. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് ശേഷം ഇത് നമ്മുടെ പാല് നല്ലതുപോലെ തിളപ്പിച്ച് വെക്കണം. ഇത് നല്ലതുപോലെ അടിയത്തെ പോലെ നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞിട്ട് മുകളിൽ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണ്ട. ഇതിന്റെ മുകളിൽ കറക്റ്റായിട്ട് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി സെറ്റ് ചെയ്യണം. നമ്മുടെ 15 മിനിറ്റ് ശേഷം നമ്മുടെ മൂന്നാമത്തെ ലാഡറും കൂടി ഒഴിച്ചു വെക്കാനുണ്ടാ. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. പുഡിംഗ് കിട്ടാം. അപ്പോൾ ഇത് 2 മുന്തിരിയും അടിയിലായിട്ട് തടിയിലുള്ള പാല് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത് തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് തണുപ്പിച്ചെടുത്തതിന് ശേഷം കാണാം. പുഡിംഗ് വർക്ക് ഇവിടെ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിങ്ങിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാ. അത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് മുന്തിരി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് മുകളിൽ നമുക്ക് പാല് കറക്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട്. അതിന് മുകളിൽ വീണ്ടും മുന്തിരി ആയിട്ടുണ്ടാ. അപ്പോൾ വേറെ ലെവലിൽ ഇത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. വളരെ ലെവലായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യുന്നതിന് കിട്ടാ എടുത്തതിന് ശേഷം അടിപൊളി സംഭവം, അടിപൊളിയായിട്ടാ. നമ്മുടെ പുഡിങ്ങിൽ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരു സംഭവം അടിപൊളിയായിട്ട് സാധനമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ ലെവൽ തന്നെയാണ്. കറക്റ്റ് കട്ട പോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കട്ടണ്ട, അടിപൊളി. അടിപൊളി പുഡിങ്ങിൽ അടിപൊളി നമ്മുടെ പുഡിങ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണ്ട. ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഒരു അടിപൊളിയായിട്ടുള്ള പുഡിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, നിങ്ങൾ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫുഹാദ്'S വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ പുതിയൊരു വീഡിയോ കാണുന്ന നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഗുഡ് ബൈ.